ഇന്ന് വറുത്തരച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ 1 കിലോ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 2 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, ചിക്കൻ മസാല 2 സ്പൂൺ. പൊടികളെല്ലാം നന്നായി ചൂടാക്കുക. ചിക്കനിൽ ഉപ്പും 2 മൂടി സുർക്കയും ഈ ചൂടാക്കി വെച്ച പൊടികളും ചേർത്ത് കുഴച്ച് മാറ്റി വയ്ക്കുക. വറുക്കുവാനായി തേങ്ങ 1/2 മുറി, 2 വറ്റൽമുളക്, പെരിഞ്ചീരകം 1 ചെറിയ കഷ്ണം, 3 പൂവ്, 1 ഏലക്കായ, കറിവേപ്പില 5 ചെറിയുള്ളി. ഇതെല്ലാം ഇട്ട് നന്നായി വഴറ്റുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വഴറ്റുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാൻ. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ബ്രൗൺ നിറമായാൽ ഓഫാക്കുക. മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. കറി ഉണ്ടാക്കുവാൻ 4 വെല്ലുള്ളി, 8 പച്ചമുളക്, 2 ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മല്ലിച്ചപ്പ് ഇവ എടുത്ത് വെക്കുക. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് നന്നായി വഴറ്റുക. അതിനുശേഷം ഉള്ളിയും പച്ചമുളകും ചേർക്കുക. അത് നന്നായി വഴണ്ട് വന്നാൽ അതിലേക്ക് തക്കാളി ചേർക്കുക. കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അതിനുശേഷം കുഴച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ വറുത്തരച്ച തേങ്ങ ഒഴിച്ച് നന്നായി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഫുൾ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിക്കുക. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇളക്കി മീഡിയം ഫ്ലെയിമിലാക്കി മൂടി വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം തുറന്ന് അതിൽ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കുക. അടുപ്പ് ഓഫ് ചെയ്യുക. വറവിടുന്നതിനായി ചെറിയുള്ളി 3 തേങ്ങാക്കൊത്ത്, വറ്റൽമുളക് എടുത്ത് വെക്കുക. പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇറച്ചിക്കറിയിലേക്ക് ഇടുക. ആ വെളിച്ചെണ്ണയിലേക്ക് കടുകും ചെറിയുള്ളിയും വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ച ശേഷം ഇറച്ചിക്കറിയിലേക്ക് ഇട്ടാൽ വറുത്തരച്ച ചിക്കൻ കറി റെഡി.